ബജറ്റിലെ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ വിമർശനം ഉന്നയിച്ചെങ്കിലും കേന്ദ്ര ബജറ്റ് ഭയങ്കരമായ സംഭവമാണെന്നും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനായി എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ടെന്നുമുള്ള വലിയൊരു തിയറിയാണ് സുരേന്ദ്രൻജി അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് തമ്മിൽ തല്ലും പിണക്കമൊക്കെ കഴിഞ്ഞിട്ട് അവരിനി ഏത് കാലത്താണാവോ സുരേന്ദ്രൻജിക്ക് മറുപടി കൊടുക്കാൻ പോണത്? കേന്ദ്ര ബജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടെന്ന് പോലും കേന്ദ്രം മറന്നു എന്നായിരുന്നു നമ്മുടെ MP-മാരുടെയൊക്കെ വിമർശനം. വാഴ നനയുമ്പോൾ ചീരൻ നനയണമെന്നാണല്ലോ പറയാറ്. കേരളത്തിലൊരു താമര വിരിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഗുണം എന്തായാലും ബജറ്റിൽ കാണാതിരിക്കില്ല എന്ന് വിചാരിച്ചവർക്കൊക്കെ തെറ്റി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വട്ടപൂജ്യം. അതെ, നിങ്ങൾക്ക് ആർക്കും ആ ബജറ്റിന്റെ ഒരു കണക്ക് മനസ്സിലാവാത്തോണ്ടാ. നമുക്കാർക്കും മനസ്സിലായില്ലെങ്കിൽ എന്താ, സുരേന്ദ്രൻജിക്ക് എല്ലാം മനസ്സിലായല്ലോ. നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ MP-മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിലൊന്നും ലഭിച്ചിട്ടില്ലാത്ത അത്രയും ബജറ്റ് വിഹിതമാണ് ഈ വർഷത്തെ ബജറ്റിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രതിപക്ഷ നേതാവും MP-മാരും അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ കള്ളം പറയോ സുരേന്ദ്രൻജി? കേരളം ആവശ്യപ്പെട്ടതിൽ ഒന്നുപോലും നൽകിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചില്ല എന്നാണ് അവരുടെയൊക്കെ പരാതി. എന്താണ് കേരളം അവഗണിക്കപ്പെട്ടു എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം? കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ല എന്നുള്ളത് കൊണ്ടാണോ? എന്തുമാത്രം ബാലിശമായ ഒരു ആരോപണമാണിത്. കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പരാമർശിക്കാറുണ്ടോ? അതെ, ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ കേരള ബജറ്റിൽ എല്ലാ ജില്ലകളുടെയും പേര് പറയാറുണ്ടോ? പിന്നെന്തിന് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പറയണം? ഇതെന്താ അക്ഷരശ്ലോകമാണോ ബജറ്റ് അവതരണം എന്ന് പറയുന്നത്? അന്താക്ഷരിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. തീപ്പട്ടിക്കൊള്ളി വരച്ചാൽ മെഴുകുതിരി കത്തിക്കാം. എന്നാൽ മെഴുകുതിരി വരച്ചാൽ തീപ്പട്ടി കത്തില്ല. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു കണ്ടക്ടറോട് ബാക്കി ചോദിച്ചാൽ ചില്ലറ കിട്ടും എന്ന് കരുതി ഡ്രൈവറോട് ചോദിച്ചിട്ട് കാര്യമില്ല. ബീഹാറിനും ആന്ധ്രയ്ക്കൊക്കെ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളം വിചാരിച്ചു നമ്മൾ ചോദിച്ചതിൽ എന്തെങ്കിലും ഇപ്പൊ കിട്ടുന്നു. എവിടെന്ന്? രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞ യാഥാർത്ഥ്യമായത് ഇപ്പോഴാണ്. അതിനെ പോലും പരിഗണിച്ചില്ല. ഒരു വക നമുക്ക് കിട്ടാണ്ടിരുന്നിട്ടും സുരേന്ദ്രൻജിയുടെ ആ ഒരു ഡയലോഗ് കണ്ട, ആ ഒരു കോൺഫിഡൻസ് കണ്ട, അവഗണിക്കപ്പെടുന്നതൊക്കെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കണം. സുരേന്ദ്രൻജി അതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിനു ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പ് ചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത്? 18 കോൺഗ്രസ് MP-മാരല്ലേ ഇവിടെ ഉള്ളത്? അല്ല സുരേന്ദ്രൻജി, കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പിണറായി വിജയന്റെ മാത്രം അഭിപ്രായമല്ലല്ലോ. PD സതീശനും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ പറയണത്? അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇത്തവണത്തെ ബജറ്റിന്റെ കാര്യം മാത്രം നോക്കിയേ. എയിംസ്, കടമെടുപ്പ് പരിധി, വയനാട് തുരങ്കപാത, പ്രളയ സഹായം, വളത്തിന്റെ സബ്സിഡി, തൊഴിലുറപ്പ് പദ്ധതി വിഹിതം, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അപ്പൊ പിന്നെ സതീശേട്ടനൊക്കെ പറയണതിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. മിസ്റ്റർ VD സതീശൻ, താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ? നോക്ക്, എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് UDF ജയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF ജയിക്കുന്നത്? ഈ ഒണ്ണാക്കൻ പ്രതിപക്ഷ നേതാവും ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ന്യായമാണ്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. സതീശേട്ടന്റെ തലയിൽ കളിമണ്ണാണോന്നാ? ശരി, VD സതീശൻ ആരാന്ന് ജിക്ക് അറിയില്ലട്ടാ. സതീശേട്ടാ മറുപടി കൊടുക്ക്. സതീശേട്ടാ ഓ, സതീശേട്ടൻ ഇപ്പൊ ആകെ സെഡായിട്ടിരിക്കാണല്ലോ അല്ലേ? അല്ല, കോൺഗ്രസിന്റെ അകത്ത് വീണ്ടും പൊട്ടലും ചീറ്റലും തുടങ്ങിയല്ലോ. KPCC യോഗത്തിൽ സതീശേട്ടനെതിരെ ഭയങ്കര വിമർശനമായിരുന്നു എന്നാ പറയണത്. അതില് പിണങ്ങിയിട്ട് മൂപ്പര് തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തൂല്ല. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് അഭിപ്രായ ഐക്യവും അഭിപ്രായ വ്യത്യാസവും വിമർശനവും സപ്പോർട്ടിങ് എല്ലാം ഉണ്ടാവും. അപ്പൊ നമ്മുടെ സതീശേട്ടനെതിരെ പാർട്ടിക്കകത്ത് വിമർശനം ഉയർന്നു എന്നുള്ളത് സത്യമാണല്ലേ? എന്നാലും KPCC യോഗം നടന്നിട്ട് അതിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് മോശമായി പോയിട്ടാ സുധാകരൻജി. എല്ലാവർക്കും കൂടി വിമർശനം ഉന്നയിക്കാൻ വേണ്ടി പാവ ഞങ്ങളുടെ സതീശേട്ടനെ അപ്പൊ ഒഴിവാക്കിയതാണല്ലേ? ഒഴിവാക്കിക്കോ, എത്ര വേണമെങ്കിലും ഒഴിവാക്കിക്കോ. ഞങ്ങളുടെ സതീശേട്ടന് സങ്കടമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം,
KPCC യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വാർത്തയാകേണ്ട കാര്യം എന്താ? KPCC യോഗം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യോഗമല്ലേ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. അല്ല, അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനൊക്കെ എനിക്കറിയാം. എന്റെ പൊന്നോ വേണ്ടാന്ന് പറയണ്ടാവും സതീശേട്ടൻ. ഒരു പരിപാടിക്ക് എത്താൻ സതീശേട്ടൻ കുറച്ച് വൈകിയപ്പോ തന്നെ നിയന്ത്രിച്ചത് എങ്ങനെയാന്ന് നമ്മളെല്ലാരും കണ്ടതാണേ. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സതീശനായിട്ട് ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇപ്പം കണ്ട സതീശനെ കൂട്ടിക്കൊണ്ട് ഞാൻ ചായ വാങ്ങിക്കൊടുക്കും, ഒരു പ്രശ്നമില്ല. വേണ്ട കണ്ടാത്തോണ്ട വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയുടെ കാര്യം അപ്പൊ എങ്ങനെയാ? ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള വിവേചന ബുദ്ധിയെങ്കിലും VD സതീശനും സംഘവും കാണിക്കണം. അതെ, ജനിക്കാണെങ്കിൽ ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് ജനിക്കണം എന്നല്ലേ ഇപ്പൊ എല്ലാരും പറയണത്. തെരഞ്ഞെടുപ്പിലൊപ്പം നിന്ന് എന്റെ പേരിൽ വാരിക്കോരി കൊടുക്കണത് കണ്ടിട്ട് ബാക്കി എല്ലാവരുടെയും കിളി പോയില്ലേ? കേന്ദ്ര ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും കേരളത്തിനെ അവഗണിച്ചു. മോഡിയുടെ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടി അല്ല എന്ന് തെളിയും. പ്രത്യേകിച്ച് അല്ല, ഞാൻ പറയുന്നത് തൃശ്ശൂരിൻ്റെ അല്ല, ഞാൻ പറയുന്നത് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി 2 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ട 60 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഒരൊറ്റ സീറ്റിലാണ് BJP ജയിച്ചത്. ആ സ്റ്റേറ്റിനോട് പോലും അവർക്ക് നീതി ഉറത്തിയിട്ടില്ല. സതീശേട്ടനും സുധാകരൻജി അവിടെ പിണക്കവും തമ്മിതല്ലും പറഞ്ഞിരിക്കും. അല്ലെങ്കിലും ഒരാവശ്യം വരുമ്പോ സംസാരിക്കാൻ നമ്മുടെ മുരളിയേട്ടനല്ലേ ഉണ്ടാവുള്ളൂ. മുരളീധരന് സമനില തെറ്റിയിരിക്കുകയാണെന്ന് മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞത് BJPക്ക് കോഴിമുട്ടയാണ് കിട്ടാൻ പോകുന്നതെന്നാണ് അല്ലേ? ഇപ്പോഴോ മുരളീധരൻ എന്താണ് പറയുന്നത്? ഇപ്പോഴും മുരളീധരൻ കോഴിമുട്ടയുടെ കാര്യം തന്നെയാ പറയണത്. പക്ഷെ മുദ്ര ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ഇലക്ഷൻ്റെ തലേന്ന് റിസൾട്ടിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞു, കേരളത്തിൽ BJPക്ക് കോഴിമുട്ടയുടെ ഷേപ്പിലുള്ള റിസൾട്ടാണ് വരിക. പക്ഷെ അതല്ല, ഒരു സീറ്റ് ചിലരൊക്കെ താലത്തിൽ വെച്ച് കൊടുത്തു. പക്ഷേ തിരിച്ചിപ്പോൾ കോഴിമുട്ട കിട്ടി. ഞങ്ങൾ വിചാരിച്ചത് പാർട്ടിക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അത് തിരിച്ച് പാർട്ടി എന്ത് ചെയ്തു? താങ്ക് യു എന്ന് പറഞ്ഞിട്ട് തന്നത് കോഴിമുട്ടയായി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. മുരളിയേട്ടൻ കേന്ദ്രത്തെ വിമർശിച്ചാലും സുരേന്ദ്രൻജിക്ക് മുരളിയേട്ടനോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. പാവം, ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് ഉഴലുന്ന മുരളിയേട്ടന് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന ഒരു സുരേന്ദ്രൻജി ഉണ്ട് ഇവിടെ. മുരളീധരനെ പോലെ ഇത്രയും വേഗം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസിലില്ല. അതൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. പത്മജ അത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചതിയാണ് മുരളീധരനോട് സുധാകരനും സതീശനും കാണിക്കുന്നത്? കണ്ട സഹോദരി പത്മജ വിരിച്ചിട്ട പരവതാനിയിലൂടെ മുരളിയേട്ടനും BJPയിലേക്ക് കയറി ചെല്ലുന്നതും നോക്കി കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് സുരേന്ദ്രൻജി. ഈ KC വേണുഗോപാലിൻ്റെയും സുധാകരൻ്റെയും സതീശൻ്റെയും ഒക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പാവം മുരളീധരനെ ബലിയാടാക്കുകയാണ്. ഞാൻ എപ്പോഴും ആ പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് കൊണ്ടുപോയി അവിടെ നിർത്തി അദ്ദേഹം വേഗം വികാരത്തിന് അടിമപ്പെടുകയാണ്. ചതി എന്ന് പറഞ്ഞാൽ സൂപ്പർ ചതിയാണ്. ബജറ്റിൽ ആശ്വസിക്കാനൊന്നുമില്ല എന്ന് പറയണില്ല. സ്വർണത്തിനും വെള്ളിക്കും മൊബൈലിനും ചാർജറിനും ഒക്കെ വില കുറയുണ്ടല്ലോ. സ്വർണ്ണപ്പൊട്ടും വെള്ളിച്ചോറും ഒക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായനല്ലേ. കേന്ദ്ര ബജറ്റിൽ ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയ സമയത്തും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയുടെ അകത്ത് എപ്പോഴത്തെയും പോലെ അടിയോടടി. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്, ഈ സമയത്തെങ്കിലും പരസ്പരം പിണങ്ങി മാറി നിൽക്കാണ്ട് ഒന്നിച്ച് ശബ്ദം ഉയർത്തി കൂടെ നിങ്ങൾക്ക്? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ചയാണ്. നന്ദി, നമസ്കാരം.